അനുവും ചേരുവെന്ന് ഇതുവരെ വന്നില്ലല്ലോ അച്ഛാ. മക്കളെ ഡോക്ടറെ കാണിച്ചിട്ട് വരാൻ ഇത്രയും സമയം വേണോ? ബസ്സിലൊക്കെ കയറി വരുന്നതല്ലേ അമ്പിളി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ അനുവിനെ വിളിച്ചിരുന്നു. വിനയൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അവനാണെങ്കിൽ അവിടെ ഇവിടേക്കായിട്ട് ചുറ്റിക്കറങ്ങി നിപ്പുണ്ടാവും. അതാ എനിക്കൊരു പേടി. ആ കാര്യം ഞാനും പിന്നീട് ഓർത്തത്. അവന്റെ ഭീഷണി അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. വിഷം ചീറ്റാൻ തക്കം പാർത്ത് നടക്കുന്നുണ്ടാവും അവൻ. അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. രഘുവേട്ടനും ഇന്ദ്രേട്ടനൊക്കെ ഇല്ലേ അവിടെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ ഓടിച്ചെല്ലും. ആ അവര് ഒന്നും തോന്നുന്നു. ഞാൻ നോക്കിട്ട് വരാം. പോയി നോക്കിട്ടോ. ഹായ് ആർച്ചുകുട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല സരോജിനേന്റെ ഇവിടെ. അവരപ്പുറത്തെ ജംഗ്ഷനിൽ ഇറങ്ങി. ആന്റിക്ക് പോവാൻ അതല്ലേ എളുപ്പം. ഓ എന്തിനാടാ കരയുന്നേ? കരയല്ലേ? ധാര നോക്കിയേ. എന്തിനാ മക്കള് കരയുന്നേ? കരയില്ലേ? വരുന്ന വഴിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല ചാ. ഏയ് കുഴപ്പമൊന്നും ഉണ്ടായില്ല ചാ. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അല്ല മക്കളെ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ട് എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നുമില്ല ചാ. 1-2 ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ 1-2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ ഒന്നോടെ പോയി കാണേണ്ടി വരും. അതെന്തിനാ? അതെ, ഇവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞേ? ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടിയ ശേഷമുള്ള കാര്യ ചേച്ചി. അതും ചിലപ്പോഴേ പോണ്ടി വരത്തുള്ളൂ. എന്നാ അമ്പിളി നീ മക്കൾക്ക് പാല് എളുപ്പിച്ചു കൊടുക്ക്. അവർക്ക് വിശക്കുന്നുണ്ടാവും. വേഗം ചെല്ലേ. കുഞ്ഞിനെ അതിനോട് കൊടു. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് റെസ്റ്റ് എടുത്തോ. ചെല്ല് ചെല്ലുമോളെ. മഞ്ചാടി പാല് റെഡി ആവുമ്പോ നീ കൊണ്ട് തന്നാ മതി. കരയില്ലേ? ചേച്ചി ലക്ഷ്മോളും വെച്ചുമോനും കൂടി റൂമിലിരുന്ന് കളിക്കാട്ടോ. ഓ ഓ കരയല്ലേ കരയല്ലേ. ബാ 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 വാ. ഓ ഓ ഓ ഓ ബാ 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 കരയല്ലേ. ആ ചാൻസ് നഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എന്ത് പറഞ്ഞിവിടുന്ന് ഇറങ്ങും ചേച്ചി? എനിക്കറിയില്ല ചീരു, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല.